മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഇംപ്രൂവ് ചെയ്യുന്നതിന്റെ യാതൊരു സൂചനകളും കാണിക്കുന്നില്ല. ഈ സീസണിലും കഴിഞ്ഞ സീസണിലെ അവസ്ഥ തന്നെ ഉണ്ടാകുമോ എന്നുള്ള ഒരു ആശങ്കയിലാണ് ആരാധകർ. ടെൻഹാഗിന്റെ ടീം മറുപടിയില്ലാത്ത 3 ഗോളുകൾക്കാണ് പ്രീമിയർ ലീഗിൽ ലിവർപൂളിനോട് പരാജയപ്പെട്ടത്. അതും സ്വന്തം കാണികൾക്ക് മുന്നിൽ. ഓൾഡ് ട്രാഫോർഡിൽ ഇന്നലെ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞപ്പോൾ കാണികൾ യുണൈറ്റഡ് താരങ്ങളെ കൂവിയിരുന്നു. കളിക്ക് ശേഷവും സമാനമായ സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. എന്തായാലും യുണൈറ്റഡ് ആരാധകർ വലിയ നിരാശയിലാണ്. കാരണം ലിവർപൂളിനെതിരെ ഒന്ന് ഫൈറ്റ് ചെയ്ത് പരാജയപ്പെടുകയാണെങ്കിൽ അതിൽ വലിയ പ്രശ്നം ആരാധകർക്ക് ഉണ്ടാകില്ല. പക്ഷെ ഇതങ്ങനെയല്ല. ഇത് വളരെ ഏകപക്ഷീയമായ രീതിയിലുള്ള ഒരു തോൽവി, അതിങ്ങനെ തുടർച്ചയായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് വളരെ മനപ്രയാസം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് യുണൈറ്റഡ് ആരാധകർക്ക്. ഇന്നലെ പിന്നെ നമുക്കറിയാം, കാസിമിറോ ആയിരുന്നു ഇന്നലത്തെ ഏറ്റവും വലിയ വില്ലൻ എന്നുള്ളത്. കാരണം അദ്ദേഹത്തിൻ്റെ 2 മിസ്റ്റേക്കുകളാണ് ആ 2 ഗോളുകൾക്ക് വഴിവെച്ചത്. അല്ലെങ്കിൽ ചിലപ്പോൾ കുറച്ചും കൂടിയൊക്കെ ഒരു ഡിഫറെൻ്റ് ആയുള്ള റിസൾട്ടൊക്കെ ചിലപ്പോൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ടായിരുന്നു. കാസിമിറോയുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഉള്ള മിസ്റ്റേക്സ് സംഭവിക്കുമ്പോൾ വളരെ അത്ഭുതമാണ് തോന്നുന്നത്. കാരണം ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള ഒരു പ്ലെയർ, 75ഓളം അന്താരാഷ്ട്ര മത്സരങ്ങൾ ബ്രസീലിന് വേണ്ടി കളിച്ച, അതുകൂടാതെ തന്നെ നിരവധി മത്സരങ്ങൾ റയൽ മാഡ്രിഡിന് വേണ്ടി 5 ചാമ്പ്യൻസ് ലീഗ് ഉൾപ്പെടെ നേടി, റയൽ മാഡ്രിഡിന്റെ ടാങ്ക് എന്നൊക്കെ അറിയപ്പെട്ടിരുന്ന ഇത്ര ഹൈ പ്രൊഫൈലുള്ള ഒരു പ്ലെയറിനെ എങ്ങനെ ഇത്ര ലോ ആയിട്ട് കളിക്കാൻ പറ്റുന്നു, അല്ലെങ്കിൽ ഇത്ര സില്ലി ആയിട്ട് കളിക്കാൻ പറ്റുന്നു എന്നുള്ളത് ഒരു ചോദ്യം തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ 37 പാസുകളിൽ 10 മിസ് പാസുകളായിരുന്നു എന്നുള്ളത് ശരിക്കും സൂചിപ്പിക്കുന്നത് വളരെ അലാമിംഗ് ആയുള്ള ഒരു സിറ്റുവേഷൻ തന്നെയാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെത്. കാരണം യുണൈറ്റഡിൻ്റെ മിഡും ബാക്ക് ലൈനും തമ്മിൽ യാതൊരു കണക്ടിവിറ്റി ഇല്ലാത്ത ഒരു ഫീല് പലപ്പോഴും കണ്ടു. ഒരുപാട് സ്പേസസ് ഒക്കെ സെൻറ്ററിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. ലിവർപൂളിനെ പോലുള്ള ഒരു ടീം അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യും. കാരണം അവർക്ക് കിട്ടുന്ന ചാൻസസ് അവർ നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടീമാണ്. യൂർഗൻ ക്ലോപ്പ് ഡെവലപ്പ് ചെയ്ത അതേ ടീമിനെ തന്നെയാണ് ഇപ്പം ആർനെ സ്ലോട്ടിന് ലഭിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർ അത്ര ഒരു പ്രോഗ്രാം പോലെയാണ് അവർ കളിക്കുന്നത്. വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് അവരുടെ ഫാസ്റ്റ് ആയിട്ടുള്ള കൗണ്ടർ അറ്റാക്കുകൾ അത് നമ്മൾ കണ്ടു. ആ ഗോളുകളെല്ലാം വന്നത് വളരെ ഒരു ആധികാരികമായ രീതിയിൽ താരങ്ങൾ തമ്മിൽ യാതൊരു കൺഫ്യൂഷനും ഇല്ലാതെയാണ് അവരത് എക്സിക്യൂട്ട് ചെയ്യുന്നത്. പക്ഷേ ഈ മറുഭാഗത്ത് യുണൈറ്റഡിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നേരെ തിരിച്ചാണ്. യുണൈറ്റഡിന്റെ ഭാഗത്ത് നിന്ന് നല്ല പ്രോപ്പർ ബിൽഡപ്പ് പോലും ഉണ്ടാവുന്നില്ല. പ്രോപ്പർ ബിൽഡപ്പ് ഉണ്ടാകുന്നതിൻ്റെ ഇത്തരം മിസ് പാസുകളൊക്കെ സംഭവിക്കുന്നു. അതോട് കൂടി തന്നെ ആ ഒരു പ്ലാൻ അങ്ങോട്ട് വർക്കൗട്ട് ആവാതെ പോകുന്നു. എന്തായാലും വളരെ ദയനീയമായ പ്രകടനമാണ് യുണൈറ്റഡിന്റെ ഭാഗത്ത് നിന്നുണ്ടായത്. ഇപ്പോൾ കാസിമിറോ മാത്രമല്ല, മൊത്തത്തിൽ ടീമിൽ ആരും ഒരു ഔട്ട്സ്റ്റാൻഡിങ് പെർഫോമൻസ് ഒന്നും കാഴ്ചവെച്ചില്ല. പിന്നെ ടെൻഹാഗിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ടെൻഹാഗ് ഇപ്പം 3ാമത്തെ സീസണാണ് യുണൈറ്റഡിനൊപ്പം. ഇനിയും അദ്ദേഹത്തിന് പ്രൂവ് ചെയ്യാൻ സമയം കൊടുക്കണമെന്ന് പറയുമ്പോൾ അതൊരു വലിയ അത്ഭുതമായിട്ട് തോന്നും. എന്തായാലും നിർണായകമായ ഒരു ഫേസിലൂടെ ആയിരിക്കും ടെൻഹാഗ് ഇനി കടന്നു പോകാൻ പോകുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ ടാക്ടിക്കൽ എറേഴ്സ് ഒക്കെ പലപ്പോഴും യുണൈറ്റഡിനെ വളരെ നെഗറ്റീവായുള്ള ഒരു ഷെയ്ഡിൽ എത്തിച്ചിട്ടുണ്ട്. അക്കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. ഇപ്പം ഇന്നലെ തന്നെ ഉള്ള മത്സരം നമ്മൾ നോക്കുകയാണെങ്കിൽ ശരിക്കും അമദിനെ സ്റ്റാർട്ടിംഗ് 11 ഇറക്കേണ്ടതായിരുന്നു. കാരണം ഓൾറെഡി കഴിഞ്ഞ മത്സരത്തിൽ ബ്രൈറ്റനെതിരെ ഗോൾ നേടിയ ഒരു താരമാണ്, നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നു. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ അമദിനെ മാറ്റി വീണ്ടും റാഷ്ഫോർഡിനെ തന്നെ അദ്ദേഹം സ്റ്റാർട്ടിംഗ് 11 ഇറക്കുകയായിരുന്നു. ടെൻഹാഗ് പലപ്പോഴും വളരെ ഒരു ശ്രദ്ധിച്ചിട്ട്, അതായത് വൻപൻ താരങ്ങളെയൊക്കെ നിരുത്സാഹപ്പെടുത്താതെ അല്ലെങ്കിൽ അവരെ നല്ല മൂഡിൽ നിലനിർത്താനൊക്കെയാണ് അദ്ദേഹം ശ്രമിക്കുന്നത്. കുറച്ചും കൂടി ഒരു സേഫ് അപ്രോച്ചാണ് പലപ്പോഴും ടെൻഹാഗിന്റെ ഭാഗത്തു നിന്ന് കാണുന്നത്. പക്ഷെ അതുകൊണ്ട് കാര്യമില്ല. കാരണം ടീമിന് റിസൾട്ട് ഉണ്ടാക്കണമെങ്കിൽ ഇത്തരം പ്ലേയേഴ്സ്, അത് പെർഫോം ചെയ്യാത്ത പ്ലേയേഴ്സിനെ മാറ്റി നിർത്തേണ്ടതുണ്ട്. എന്നിട്ട് അവർക്ക് അത് കൃത്യമായിട്ട് ഒരു ഐ ഓപ്പണർ ആയിട്ട് മാറണം. പലപ്പോഴും അത് ഉണ്ടാവുന്നില്ല. ഇപ്പൊ റാഷ്ഫോർഡ് എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ FA കപ്പിന്റെ ക്വാർട്ടറിലാണെന്ന് തോന്നുന്നു റാഷ്ഫോർഡ് അവസാനമായിട്ടൊരു ഗോൾ യുണൈറ്റഡിന് വേണ്ടി നേടിയത്. പക്ഷേ എന്നിട്ട് വീണ്ടും റാഷ്ഫോർഡിനെ പോലുള്ള പ്ലേയേഴ്സ് സ്റ്റാർട്ടിംഗ് 11 ഇറങ്ങുന്നു. ഇന്നലെ 1-2 ചാൻസസ് ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്. പക്ഷെ അങ്ങനെയാണെങ്കിൽ അതൊന്നല്ലല്ലോ റാഷ്ഫോർഡിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. റാഷ്ഫോർഡിൽ നിന്ന് യുണൈറ്റഡ് പ്രതീക്ഷിക്കുന്നത് ഗോളുകൾ തന്നെയാണ്. 30 ഗോളോളം 2022-23 സീസൺ നേടിയൊരു താരമാണ്. അപ്പം ആ രീതിയിൽ നോക്കുമ്പോൾ ഒരു സീസണിൽ ഇത്രയൊക്കെ ഗോൾ നേടാൻ പൊട്ടൻഷ്യൽ ഉള്ള ഒരു പ്ലെയർ എന്തുകൊണ്ട് പെർഫോം ചെയ്യുന്നില്ല, തുടർച്ചയായിട്ട് അങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളത് ഒരു വലിയ ഒരു പ്രശ്നം തന്നെയാണ്. ഇനിയിപ്പം ഇന്റർനാഷണൽ ബ്രേക്ക് ആണ്. ടെൻഹാഗിനെ സംബന്ധിച്ച് അല്പം സമയമുണ്ട് ടീമിനെ ഒന്ന് റീവാമ്പ് ചെയ്തെടുക്കാൻ, സ്ട്രാറ്റജിയൊക്കെ ഒന്ന് വർക്ക് ചെയ്യാനുള്ള ഒരു സമയം അദ്ദേഹത്തിനുണ്ട്. അപ്പം അതിനിടയിൽ അദ്ദേഹത്തിന് എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതാണ് ഇനിയിപ്പം കണ്ടറിയേണ്ടത്. പിന്നെ മറ്റൊരു കാര്യം, ഉഗാർത്ത ടീമിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ ഉഗാർത്ത ഇനിയിപ്പം അടുത്ത മത്സരങ്ങളിൽ, പ്രീമിയർ ലീഗിലെ അടുത്ത മത്സരങ്ങളിലൊക്കെ യുണൈറ്റഡിന് വേണ്ടി കളിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു സാന്നിധ്യം ഇന്ന് നിലവിൽ യുണൈറ്റഡ് നേരിടുന്ന പല പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരമാകുമെന്നുള്ളൊരു വിലയിരുത്തലാണുള്ളത്.
പക്ഷെ അങ്ങനെയാണെങ്കിൽ പോലും സമീപകാലത്തെ യുണൈറ്റഡിന്റെ ഒരു പ്രകടനം നമ്മൾ വിലയിരുത്തുമ്പോൾ പല താരങ്ങളും യുണൈറ്റഡിൽ എത്തുമ്പോൾ വേണ്ടത്ര രീതിയിൽ പെർഫോം ചെയ്യാത്തൊരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് മറികടന്ന് ടീമിനെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് ഒരു ഒറ്റ യൂണിറ്റ് ആയിട്ട് മാറ്റാൻ ടെൻഹാഗിന് സാധിക്കണം. വരുന്ന താരങ്ങൾക്കാണെങ്കിലും എക്സ്പീരിയൻസ് ആയ താരങ്ങൾക്കാണെങ്കിലും അവർക്ക് കൃത്യമായിട്ട് അവരുടെ ഒരു കോൺഫിഡൻസ് വർദ്ധിപ്പിക്കാൻ അദ്ദേഹത്തിന് സാധിക്കണം. എന്തായാലും അത് എങ്ങനെ വരും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം.